സർ, ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം ശരിക്കും പറഞ്ഞാൽ ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണ്. മൊസാദ് നടത്തിയ ആക്രമണം അങ്ങനെയാണോ? അല്ല, മൊസാദ് അല്ല നടത്തിയത്. എന്താണെന്ന് വെച്ചാൽ മൊസാദ് ഈ ഖത്തറുമായി നല്ല ബന്ധം മൊസാദുമായി ബന്ധപ്പെട്ട പല ആളുകൾക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ട് മൊസാദിനെ മാറ്റി നിർത്തിയിട്ട് ഷിൻബത്ത് നടത്തിയ ഓപ്പറേഷനായിരുന്നു ഇത്. ഷിൻബത്ത് നടത്തിയ ഈ ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ അത്സറാത്ത് ഹാദിൻ എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്, വിധി ദിനം എന്നായിരുന്നു ഓപ്പറേഷൻ്റെ പേര്. അപ്പോൾ 15 ജെറ്റുകൾ, 10 മിസൈലുകൾ ഒക്കെയാണ് ഇത് ചെയ്തത്. ഇതിൻ്റെ അകത്ത് ഒരു കാര്യമായ ഒരു അമ്മ്യൂണിഷൻ, സ്ഫോടകം ഇതിൻ്റെ അകത്ത്, അതായത് കുറച്ചുകൂടി വീര്യം കുറഞ്ഞ സ്ഫോടകം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജനവാസ കേന്ദ്രമാണ്. അപ്പോൾ അതുകൊണ്ട് ആ കെട്ടിടം മൊത്തത്തിൽ തകർന്നിട്ടില്ലല്ലോ, കണ്ടില്ലേ? ഇല്ല. അപ്പോൾ ആ മൊത്തത്തിൽ തകർക്കത്തക്ക വിധത്തിലുള്ളൊരു സ്ഫോടകം ആണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഈ നേതൃത്വം മുഴുവൻ നശിക്കുമായിരുന്നു എന്നുള്ള കാഴ്ചപ്പാടാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ കാണുന്നത്. അതുകൊണ്ട് ഈ പോളിറ്റ് ബ്യൂറോയിൽ പെട്ട ഖലീൽ അൽ ഹയ്യ, പ്രധാനപ്പെട്ട ആൾ, ഇപ്പോഴത്തെ മേധാവി എന്നുള്ള നിലയ്ക്ക് സഹർ ജബ്രാൻ, ദാർവിഷ് മഷാൽ, ഇവരെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്തിരുന്നത്. ഇതിലിപ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് ഖലീൽ അൽ ഹയ്യയുടെ മകൻ ആണ് ആകെ നേതൃത്വത്തിൻ്റെ ഭാഗം എന്ന് പറയാവുന്ന ആൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ നേതൃത്വത്തിന് പരിക്കൊന്നുമില്ലാതെ നേതൃത്വം നിൽക്കുകയാണ് ഇപ്പോൾ ഹമാസ്. പിന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ആ ഓഫീസിൻ്റെ ഒരു ഡയറക്ടർ, അംഗരക്ഷകന്മാർ, പിന്നെ ഒരു ഖത്തറിൻ്റെ തന്നെ ഒരു സെക്യൂരിറ്റി ഭടൻ. ഇങ്ങനെ 6 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആ 6 പേരുടെ പേര് ഹുമം അൽ ഹയ്യ, ഹയ്യയുടെ മകൻ. 2 ജിഹാദ് ലബാദ്, അയാൾക്ക് അബു ബിലാൽ എന്നും പേരുണ്ട്. അയാളാണ് ഈ ഖലീൽ അൽ ഹയ്യയുടെ ഓഫീസിൻ്റെ ഡയറക്ടർ. 3 അബ്ദുള്ള അബ്ദുൾ വാഹിദ് അബു ഖലീൽ എന്നും പേരുണ്ട്. ഇതൊക്കെ അംഗരക്ഷകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് കേട്ടോ. 4 മോമൻ ഹസൂന അബു ഒമർ എന്നും അയാൾക്ക് പേരുണ്ട്. 5 അഹമ്മദ് അൽ മാംലുക് അബു മാലിക് എന്നും അയാൾക്ക് പേരുണ്ട്. 6 അതാണ് ഖത്തറിൻ്റെ സെക്യൂരിറ്റി ഭടൻ എന്ന് പറയുന്നത്, കോർപ്പറൽ ബദർ സാദ് മുഹമ്മദ് അൽ ഹുമൈദി, ഖത്തർ പൗരൻ ആണ്. അപ്പോൾ ഇങ്ങനെ 6 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ കൃത്യതയുള്ള സ്ഫോടകമൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട്. 10 മിസൈലുകൾ ഉപയോഗിച്ചു എന്ന് കണക്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒരു കൊള്ളാവുന്ന ആയുധം, പ്രസിഷൻ ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ആദ്യമായിട്ട് ഖത്തറിൽ നടത്തുന്ന ആക്രമണമാണ് ഇസ്രായേൽ. പിന്നെ പൗരന്മാർക്ക് ജീവനാശം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നമാവുന്നൊക്കെ ഉള്ളത് കൊണ്ട് വീര്യം കുറഞ്ഞ സ്ഫോടകങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശരിക്കും നോക്കുമ്പോൾ പാളിപ്പോയിരിക്കുന്ന ഒരു ഓപ്പറേഷനാണിത്. ഷിൻബത്ത് ചെയ്താണ്. മൊസാദ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി വൃത്തിയായിട്ട് നടന്നേനെ. ഇത് വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ അവിടെ ചുറ്റും ഈ ലക്വാത്തെഫ ഡിസ്ട്രിക്റ്റിൽ തെഫിയ ജില്ലയിൽ ആണിത് നടന്നിരിക്കുന്നത്. പല സ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ടിരുന്നു. അൽ ജസീറ ഓഫീസ്, ഖത്തറിലെ ഓഫീസിലും ശബ്ദം കേട്ടതായിട്ട് അൽ ജസീറ പറയുന്നുണ്ട്. 4 മണിയോടുകൂടി ഈ സംഭവം സ്ഥിരീകരിച്ചു. അപ്പോൾ വെസ്റ്റ് ബേ ലഗൂൺ എന്ന് പറയുന്ന ഭാഗത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇവരുടെ തന്നെ ഹമാസിൻ്റെ തന്നെ അവിടുത്തെ നേതാവ് സുഹൈൽ അൽ ഹിന്ദി പറഞ്ഞിട്ടുണ്ട്, PB അംഗമാണ്, മറ്റേ നേതൃത്വം മൊത്തം രക്ഷപ്പെട്ടിട്ടുണ്ട്, ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ 15 ഫൈറ്റർ ജെറ്റുകൾ, 10 മിസൈലുകൾ. ഇതൊരു പെട്രോൾ സ്റ്റേഷൻ്റെ അടുത്താണ്
വക്കോദ് എന്ന് പറഞ്ഞ പെട്രോൾ സ്റ്റേഷൻ്റെ അടുത്ത് ഈ കെട്ടിടം. ഈ കെട്ടിടം അവിടെയാണ് ആക്രമണം നടന്ന് വാദി റൗദാൻ സ്ട്രീറ്റ്, ആ സ്ട്രീറ്റിലാണ് ഈ അപ്പാർട്ട്മെൻറ്റ്, ഇയാളുടെ അൽഹിയയുടെ രഹസ്യ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ 2012 മുതൽ ഈ PB ഖത്തറിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി വെടിനിർത്തലിലും നല്ലത് ഈ ഉന്മൂലനം തന്നെ ആണ് എന്നുള്ളൊരു നിലപാടിലേക്ക് ഇസ്രയേൽ എത്തിയിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാള് ഈ PBയിൽപ്പെട്ട ഹമാസിന്റെ നേതാക്കളെയൊക്കെ തീർത്തു, ഗാസയിലും ഒക്കെ. ഇവര് മധ്യസ്ഥ ചർച്ചകളിൽ വെടിനിർത്തലിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്ന ആളാണല്ലോ. അതുകൊണ്ട് അവരെ വെറുതെ വിട്ടതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റേ ബസ് ആക്രമണം ജെറുസലേമിൽ നടന്നില്ലേ? അപ്പൊ ആ ജെറുസലേമിൽ നടന്ന ബസ് ആക്രമണം നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിനുള്ളൊരു മറുപടി എന്നുള്ള നിലയ്ക്കാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റേ ബന്ദികളുടെ മോചനമൊന്നും നോക്കി നിന്നിട്ട് കാര്യമില്ല, ഇവരെ ഉന്മൂലനം ചെയ്യുന്നതാണ് നല്ലത്. സാറിപ്പോൾ ഇവരെല്ലാം ഒരു കെട്ടിടത്തിൽ തന്നെ ആയിരുന്നില്ല? ഒരു പക്ഷേ ഈ ഓപ്പറേഷൻ ഇത്രയും പാളിപ്പോള്ള കാരണം ഒരു പക്ഷേ മൊസാദിൻ്റെ അത്രയും ഒരു തന്ത്രം അവിടെ ഉപയോഗിക്കാത്തതുകൊണ്ടായിരിക്കില്ലേ? ആ ഒരു സാധ്യതയുണ്ട്. ഇതിപ്പോൾ എസ് എന്ന് പറഞ്ഞ ആളെയാണ് ഓപ്പറേഷൻ്റെ ചുമതല ഏൽപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. അതായത് ഷിൻബത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആള് റിട്ടയർ ചെയ്ത് ജൂണില് വിരമിച്ചിരുന്നു. ഇപ്പൊ ഒരു താൽക്കാലിക മേധാവിയാണ് ഷിൻബത്തിനുള്ളത്. അപ്പൊ അയാളെയാണ് എസ് എന്ന് ഈ റിപ്പോർട്ടുകളിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആക്ടിംഗ് ഷിൻബത്ത് മേധാവി എസ് ആണ് ചെയ്തത്. കാരണം റോണൻ ബാർ ആയിരുന്നു ഷിൻബത്തിന്റെ മേധാവി ജൂൺ വരെ. അപ്പോൾ റോണൻ ബാറിന് പകരം വന്ന ആളാണ് ജൂണിൽ രാജിവെച്ച് പോവുകയാണ് ചെയ്തത്. മറ്റേ നെതന്യാഹുവായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കാരണം രാജിവെച്ചിട്ട്. മാത്രമല്ല ഖത്തർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടേ ഈ ഇതിലൊക്കെയുള്ള ചില ആളുകളുമായിട്ട് ഖത്തറിൻ്റെ ചില ഏജന്റുമാർ വന്ന് സംസാരിച്ച് ചില കോഴ ആരോപണങ്ങളുമൊക്കെ അവിടെ വന്നിരുന്നു, ഖത്തർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ തുടർന്നുള്ള അഭിപ്രായ വ്യത്യാസം കാരണമാണ് റോണൻ ബാർ പിരിഞ്ഞു പോയിരുന്നത്. പകരം ഒരു താൽക്കാലിക മേധാവിയാണ് ഉള്ളത്. പേര് പറഞ്ഞിട്ടില്ല, എസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ മധ്യസ്ഥ ചർച്ചകളിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഇവരെ ടാർഗറ്റ് ചെയ്തിരുന്നില്ല. മാത്രമല്ല അമേരിക്കയുമായിട്ട് സഖ്യത്തിൽ പോകുന്ന ഒരു രാജ്യമാണ് ഖത്തർ. ഖത്തറിൽ അമേരിക്കയുടെ വലിയൊരു മറ്റേ താവളമുണ്ട്, പട്ടാള താവളം. അതുകൊണ്ടാണ് ഖത്തറിൽ പോയി ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഇതുവരെ ചെയ്യാതിരുന്നത്. ഇതിപ്പോൾ അമേരിക്കയോട് ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. 2024 ജൂലൈയിൽ ഇസ്മയിൽ ഹാനിയയെ ടെഹ്റാനിൽ കൊന്നിരുന്നു. പക്ഷെ അതൊക്കെ മൊസാദിന്റെ ഓപ്പറേഷനുകളാണ്. ഡ്രോണുകളൊക്കെ കടത്തിയിട്ടൊക്കെ, കാരണം അവരാണ് വിദേശ ഓപ്പറേഷനുകളിൽ വിദഗ്ധന്മാർ, അവർക്കാണ് വിദേശത്ത് ചാരന്മാരും ഒക്കെ ഉള്ളത്. ഷിൻബത്ത് എന്ന് പറയുന്നത് ആഭ്യന്തര ചാര സംഘടനയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ പാളിപ്പോയിരിക്കുന്നത്. ഇത് ഖത്താര എന്ന് പറഞ്ഞ മേഖലയിലാണ് IDF-ഉം ISAയും കൂടി ആണ് ചെയ്തിരിക്കുന്നത്. പട്ടാള മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, ഓഗസ്റ്റ് 31 പട്ടാള മേധാവി തന്നെ ഒരു സൂചന ഈ ഹമാസിന്റെ നേതാക്കളെയൊക്കെ, വിദേശത്തുള്ള നേതാക്കളെയും ഉന്മൂലനം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. ഗാസയിൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഖലീൽ അൽ ഹയ്യ വിദേശത്തെ ഹമാസിന്റെ മേധാവിയുടെ പേര് പ്രത്യേകം പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഇവരെ വകവരുത്താത്തത് ട്രംപ് വെടിനിർത്തൽ ചർച്ച വേണം എന്ന് പറഞ്ഞിട്ട് വിറ്റ്കോഫിനെ അങ്ങോട്ട് വെടിനിർത്തൽ പരിപാടിയൊക്കെ ആയിട്ട് ഫോർമുലയുമായിട്ട് അയക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ ഫോർമുല ചർച്ച ചെയ്തിരുന്നു ഖത്തറുമായിട്ട്. ഖത്തർ എന്നിട്ട് ഹമാസിന്റെ നേതൃത്വമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹമാസിന്റെ നേതാക്കൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ആക്രമണം നടന്നത്. അപ്പോൾ ഈ ഇസ് അദ് ദീൻ അൽ ഖാസം ബ്രിഗേഡ്സ് ജെറുസലേമിലെ ബസ്സിൽ നടന്ന യാത്രക്കാരെ വെടിവെച്ചു കൊന്നതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു ഹമാസിന്റെ പട്ടാളം. ഖാസം ബ്രിഗേഡ്സ് ഉത്തരവാദിത്തം ഏറ്റിരുന്നു. മുഹമ്മദ് താഹ, മുത്തന്ന അമ്രോ, ഇങ്ങനെ 2 ഹമാസ് ഭീകരന്മാരാണ് അത് ചെയ്തത് എന്നവർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു.
എന്ന് പറഞ്ഞാൽ ഇപ്പം അവർ രക്തസാക്ഷികളാണ്. അതെ, അതുകൊണ്ട് പേര് പറയും, പടമൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ രണ്ടുപേരാണ് അത് ചെയ്തതെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ 1500 കിലോമീറ്റർ ജോർദാൻ്റെയും സൗദിയുടെയൊക്കെ മുകളിൽ കൂടി പറന്നിട്ടാണ് ഇസ്രയേൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജോർദാനും സൗദിക്കും വിവരമുണ്ടല്ലോ, മൗനാനുവാദത്തോടെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അപലപിക്കേണ്ടി വരുമ്പോൾ കടലാസിൽ അങ്ങനെ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മുഹമ്മദ് ദാർവിഷ്, അബു മർസുഖ്, സഹർ ജബാറിൻ ഇങ്ങനെ എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുകയാണ്, ഹമാസ് നേതൃത്വം മുഴുവൻ. അപ്പോൾ മുൻ ഹമാസ് ചീഫ് ഖലീദ് മാഷാൽ അവിടെ ഉണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ കോഴിക്കോട് ഒരു സംഗമം ഉണ്ടായിരുന്നില്ലേ, ഐക്യദാർഢ്യ സംഗമം, അതിൽ വന്ന് സംസാരിച്ച ആളാണല്ലോ, ഓൺലൈൻ സംസാരിച്ചതാണ്. അപ്പോൾ വിറ്റ്കോഫ് പാരീസിൽ വെച്ചിട്ടാണ് ഈ കൈമാറിയിരുന്നത് വെടിനിർത്തൽ ഫോർമുല. ഖത്തർ PM ഹമാസ് നേതൃത്വത്തിന് അത് കൊടുത്തു. വീണ്ടും കാണാം, ഞങ്ങൾ തുർക്കിയിൽ നിന്ന് വന്നിട്ട് ചർച്ച ചെയ്യാമെന്ന് ഹമാസ് നേതൃത്വം പറഞ്ഞിരുന്നു. അപ്പോൾ അവർ ഖത്തറിൽ വരുന്നതിന് മുമ്പ് തുർക്കിയിൽ ആയിരുന്നു എന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാണ്. നേരത്തെ അതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നില്ല അല്ലേ, ഈ ഖത്തറിൽ നിന്ന് ഇവർ ഒഴിഞ്ഞു പോകണമെന്ന് പറയുമ്പോൾ തുർക്കിയെ കേന്ദ്രമാക്കിയിട്ട് അവരപ്പോൾ തുർക്കിയിൽ നിന്ന് ഖത്തറിലേക്ക് ചർച്ചയ്ക്ക് വന്നതാണ്, ഈ അപ്പാർട്ട്മെന്റിലേക്ക് വന്നതാണ്. അപ്പോൾ ശക്തിയില്ലാത്ത സ്ഫോടനമായിരുന്നു, അതുകൊണ്ട് ഉന്മൂലനം പറ്റിയില്ല. എയർഫോഴ്സിന് ഇസ്രയേൽ കുറേ നാൾ മുമ്പ് ഈ കാര്യം പറഞ്ഞിരുന്നു, ഇങ്ങനൊരു ഓപ്പറേഷൻ വേണ്ടി വരും. എയർഫോഴ്സ് ചീഫ് തൊമാർ ബാറിനോട് ഇത് കൺവേ ചെയ്തിരുന്നതായിട്ട് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാട്സും. അപ്പോൾ ഇങ്ങനെ ആണ് ഇതിൻ്റെ വിശദാംശങ്ങൾ ഇതുവരെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇതിൻ്റെ ഒരു തുടർ ചലനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ അല്ലേ? ഈ ഉന്മൂലനത്തിന് പുറപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ നേതാക്കൾ മുഴുവൻ അവിടെ എത്തിയിട്ടില്ല എന്നും വരാം, തുർക്കിയിൽ തന്നെയാണ് എന്നും വരാം. എന്തായാലും ഈ നേതാക്കൾ മുഴുവൻ അവിടെ, ആ കെട്ടിടം മൊത്തത്തിൽ തകർക്കാനും കഴിഞ്ഞിട്ടില്ല. അതാണ് അതിന്റെ മുൻവശം കുറെ ഭാഗം തകർന്നതായിട്ടേ കാണുന്നുള്ളൂ, ഭാഗികമായിട്ട് മാത്രമേ തകർന്നിട്ടുള്ളൂ. അതാണ് പാളിപ്പോയൊരു പദ്ധതിയായിപ്പോയി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.